നമുക്ക് ഈ ജീവിതം തന്നത് ഈ ലോകത്ത് അടിച്ചു പൊളിക്കാനുള്ളതല്ല, മറിച്ച് ആഖിറം വാങ്ങാനാണ്. ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങണം. ദുനിയാവ് ആസ്വദിച്ചാൽ ദുനിയാവ് വിൽപ്പന നടക്കൂല. വിൽപ്പനക്ക് വെച്ച ഫോണ് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്ത് വിൽപ്പനയാണ്? വിൽപ്പനക്ക് വെച്ച ഒരു സാധനം നമ്മൾ ഉപയോഗിക്കൂ. ആജിലൻ മിൻഹൂബി ആജിലിഹി, ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങാൻ നമുക്ക് കഴിയണം. അല്ല, നേരെ തിരിച്ചാണെങ്കിൽ ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങിയാൽ യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി, കച്ചവടം നഷ്ടത്തിലായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മഹാന്മാർ പറഞ്ഞത്, ദുനിയാവ് വിറ്റ് ആഖിറം വാങ്ങാൻ ശ്രമിച്ചാൽ ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ നോക്കിയാൽ ആഖിറം ഉണ്ടാവില്ല, ദുനിയാവും ഉണ്ടാവില്ല. അത് നമ്മളുടെ ചിന്തയിൽ, ആലോചനയിൽ ഉണ്ടാവണം. എങ്ങനെയാണ് ആഖിറം വാങ്ങുക? ആഖിറത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുക? അതിനേറ്റവും പ്രധാനമായത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആഖിറം വാങ്ങണം. മക്കളെന്ന അനുഗ്രഹം, സമ്പത്തെന്ന നിഅമത്ത്, ആരോഗ്യമെന്ന വിഭവം, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാൻ, ആഖിറത്തിൽ വിജയിക്കാൻ കഴിയണം. ആരോഗ്യം കൊണ്ട് നരകത്തിലേക്ക് പോകുന്നവരും ഉണ്ടാവും, സ്വർഗത്തിലേക്ക് പോകുന്നവരും ഉണ്ടാവും. സമയത്തെ കൃത്യമായി ഉപയോഗിച്ച് സ്വർഗം വാങ്ങുന്ന ചെറുപ്പക്കാരും ഉണ്ടാവും. അതേ സമയത്തിൽ തന്നെ ഇൻസ്റ്റയിലും റീൽസിലും ഒക്കെ ജീവിച്ച് നരകത്തിലേക്ക് പോകുന്നവരും ഉണ്ടാവും. മക്കൾ എന്ന നിഅമത്ത് ഉപയോഗിച്ച് അവരെ ആലിമീങ്ങളാക്കി, അവരെ സ്വാലിഹീങ്ങളാക്കി, അവരെ നല്ല നിലയിൽ വളർത്തി ആഖിറത്തിലെ മുതൽക്കൂട്ടാക്കുന്നവരും ഉണ്ടാവും. അതേ നിഅമത്തായ മക്കളെ ദീൻ പഠിപ്പിക്കാതെ ഡിഗ്രിയും PGയും പഠിപ്പിച്ച് ആഖിറം ഒരു വസ്തു അറിയാത്ത മക്കളാക്കി അവരെ ഭൗതിക ലോകത്ത് രസിപ്പിച്ചുകൊണ്ട് ജീവിച്ച് മക്കളെ കൊണ്ട് പരാജയപ്പെടുന്ന പാരൻസും ഉണ്ടാവും. അപ്പൊ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണോ അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത്, ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. എന്തൊരു വാക്കാണത്! വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഖിറം വാങ്ങണം. സമ്പത്ത്, ആരോഗ്യം, സമയം, മക്കൾ, മാതാപിതാക്കൾ, ഇതൊക്കെ സ്വർഗം വാങ്ങാനുള്ള ചാൻസുകളാണ്. മാതാപിതാക്കളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ അവരുടെ കാരണം കൊണ്ട് നരകത്തിലേക്ക് പോകുന്നവരില്ലേ? ഉണ്ട്. അതേ മാതാപിതാക്കൾ എന്ന നിഅമത്ത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പൊരുത്തം വാങ്ങി സ്വർഗത്തിലേക്ക് പോകുന്നവരില്ലേ? ഉണ്ട്. ഇങ്ങനെ ഏതേത് അനുഗ്രഹം എടുത്തു നോക്കിയാലും ആ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ച് അതിനെ വേണ്ട വിധത്തിൽ ക്രിയാത്മകമായി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് സ്വർഗത്തേക്ക് പോവാനും കഴിയും, നരകത്തിലേക്ക് പോവാനും കഴിയും. ഈ ബോധ്യം നമുക്ക് ഓരോ കാര്യം ഡീൽ ചെയ്യുമ്പോഴും ഉണ്ടാവണം.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. 90% ആൾക്കാരും പരാജയപ്പെടുന്നത് 2 അനുഗ്രഹങ്ങളിലാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ആ 2 അനുഗ്രഹങ്ങളെ അവർ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ അവർക്ക് നേരെ എതിരായി മാറുന്നു. ഏതാണ് ആ 2 അനുഗ്രഹങ്ങൾ? അസ്സുഹത്തു വൽ ഫറാഗ്, ഫ്രീ ടൈമും ഒഴിവു സമയവും ആരോഗ്യവുമാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ചുറ്റുവട്ടത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. ആരോഗ്യമുള്ള കാലത്ത് പള്ളിയിൽ വരുന്നവർ എത്ര പേരുണ്ടാവും? പശു ഏറ്റവും കൂടുതൽ പാല് നൽകുന്നത് യുവത്വ കാലത്താണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ നൽകുന്നത് യുവത്വ കാലത്താണ്. നമ്മളെ പള്ളിയിൽ സുബീക്ക് ജമാഅത്തിനുള്ളത് വയസ്സന്മാറുക. കണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മഗ്ബൂനുൻ, പരാജിതരാണ്, കസീറുൻ മിനന്നാസ്, 90% ആരാണ് അവർ? ആരോഗ്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. ആരോഗ്യം കൊട്ടേഷൻ സംഘത്തിലായി, സ്പോർട്സുകളിലായി, സെലിബ്രേറ്റഡ് താരങ്ങളുടെ പിന്നിലായി, ഇൻസ്റ്റഗ്രാമുകളിലായി, റീൽസുകളിലായി ജീവിതം തള്ളി നീക്കുന്നവരായിരിക്കും മഹാഭൂരിപക്ഷം ഉണ്ടാവുക. ഒരു നാട്ടിൽ 1000കണക്കിന് ചെറുപ്പക്കാരുണ്ടെങ്കിലും 100 102 മെമ്പർഷിപ്പ് SSF ഉണ്ടാവുള്ളൂ. ഇത്ര ഉണ്ടാവുള്ളൂ. കാരണം ആരോഗ്യം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ വളരെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞത് എന്താ? വൽ ഫറാഗ്, ലാസ്റ്റ് സീൻ ടുഡേ 12:36 ചെറുപ്പക്കാരുടേത്. ഒഴിവു സമയം മുഴുവനും വെറുതെ കളയുകയാണ്. അതാണ് പ്രശ്നം. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രവചിക്കുന്നത്. ഒരു പുതിയ ഓഫർ വന്നാൽ, ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നാൽ, ഒരു പുതിയ മോഡൽ ബൈക്ക് വന്നാൽ, പുതിയ മോഡൽ ഫോൺ വന്നാൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും അത് വാങ്ങും. ഉമ്മയുടെ പോണത്, താത്തയുടെ പോണത് ടൗണിൽ എന്തിനാ? ഇന്നാലിന്ന ഷോപ്പിൽ. കാര്യം പർച്ചേസിനാണ്. അവിടെ ഉള്ളത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, ഫാന്, സ്റ്റൂള്, ടേബിള്, ഈ ചുറ്റിപ്പറ്റിയുള്ള വകകളാണുള്ളത്.